എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. സബോളയും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ളൊരു എഗ്ഗ് മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. സബോളയൊക്കെ ഒന്ന് നിറം മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സബോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഇനി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സബോള ഇപ്പോൾ നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരേക്ക് ഇളക്കി കൊടുക്കുക. ഏകദേശം 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരേക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോരുത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാനിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ മസാലയൊക്കെ ഒന്ന് ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് 5 കോഴിമുട്ട എടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നമുക്ക് ഈ ഒരു മസാലയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ സാവധാനത്തിൽ ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്